ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന 4 ദശകങ്ങളിൽ തന്നെ ഈ പ്രാർത്ഥന 4 തരം പ്രാർത്ഥനകൾ. 4ൻ്റെയും ലക്ഷ്യം നോക്കൂ. ആത്യന്തികമായിട്ട് എന്താ? നമ്മളൊക്കെ സാധാരണ പറഞ്ഞൊരു വാക്കാ, ഗുരുവായൂരപ്പാ സന്തോഷിക്കണേ. അതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ, അല്ലേ? ഗുരുവായൂരപ്പാ സന്തോഷിക്കണേ നമ്മൾ പറയില്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ ഭട്ടതിരിയൊക്കെ പറഞ്ഞത്, നീ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അസുഖം മാറ്റി തരണം, എന്നാലേ എനിക്ക് നിന്നെ പൂജിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. നിൻ്റെ ഗുണഗണങ്ങൾ കീർത്തിക്കണം, അതിനു വേണ്ടിയിട്ട് നീ എന്നെ അരോഗതയുടെ കാത്തറനാക്കണം, പ്രപഞ്ചത്തിൻ്റെ സകലാർത്ഥി നീ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഘട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നതാണ്. മാത്രമല്ല, ദൃഢഭക്തി മാത്രം ചോദിക്കുന്ന ദശകങ്ങൾ അത്രയുണ്ട്. ദൃഢഭക്തി മാത്രം, അവിടെ അസുഖം മാറ്റണമെന്ന് പോലും പറയുന്നില്ല. അതേമാതിരി പാഹിമാം, ഞാൻ നിന്നെ ശരണാഗതി അടിഞ്ഞു കിടക്കണമെന്ന് പറയുന്നതും പായാം എന്ന് പറയുന്നതായിട്ടുള്ള ദശകങ്ങൾ കുറേയുണ്ട്. അതൊക്കെ നടുക്കാ വരണത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മാറ്റം. അതിലേക്ക് നമുക്ക് വരാം. 15-ാമത്തെ ദശകം, 37-ാമത്തെ ദശകം, 46-ാമത്തെ ദശകം, 73-ാമത്തെ ദശകം, 80-ാമത്തെ ദശകം, 82-ാമത്തെ ദശകം. ഇതൊക്കെ ശുദ്ധ ഭക്തിയെ ചോദിക്കുന്നത്. അതിൽ ടോപ്പിക് വിഷയമല്ല, എന്തവിടെ പറഞ്ഞു എന്നുള്ള വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാന്റെ രൂപം പോലും മായയാണ്, ഒരു വിഗ്രഹം മായയാണ്. ഇത് നമ്മൾ ഇന്ന് തൊഴുകുന്നുണ്ട്, ഈ മാല ഇട്ടിട്ടുണ്ട്, ഇതിന് നമസ്കരിക്കുന്നുണ്ട്. നാളെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം കണ്ട ഇത് കുത്തും പുള്ളിയായിട്ട് അവിടെ പുറത്ത് കിടക്കണം കാണാം. ഭഗവാന്റെ മഹാവിഗ്രഹം പോലും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. ദേവകി പ്രസവിച്ച ശരീരം ഇന്നില്ല. ഞാൻ എല്ലാപ്പോഴും പറയാറുണ്ട്, ദേവകി പ്രസവിച്ച ശരീരം ഇന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയി കെട്ടിപ്പിടിക്കായിരുന്നു, ഉമ്മ കൊടുക്കായിരുന്നു, പിച്ചായിരുന്നു, നുള്ളായിരുന്നു, തോളത്ത് കഴിട്ട് നടക്കായിരുന്നു, കാൽക്കൽ നമസ്കരിക്കായിരുന്നു. സാധിക്കുമോ? സാധിക്കില്ല. അതവിടെ പോയി. മായാനിർമ്മിതമായിരുന്നു അത്. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരം പോലെ തന്നെ ഇതാ പിച്ച വേദനിക്കും, മുറിച്ചാൽ മുറിയും, തടവിയ സുഖം കിട്ടും, ഇതൊക്കെയുള്ള ശരീരമായിരുന്നു അതും. അത് കടന്നുപോയി കഴിഞ്ഞു. ആ ശരീരത്തിൽ ഭ്രമിച്ചു കുടുങ്ങി ഇത്രയും അറിവുണ്ടായിട്ടും ഉദ്ധവൻ എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ തന്നോടുള്ള അവൻ്റെ സ്നേഹം കണ്ടിട്ട്, ആ ഉദ്ധവനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ വിട്ടു നീ പോകാമെന്ന് പറഞ്ഞത്. കാരണം തൻ്റെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കണ്, തൻ്റെ രൂപത്തിൽ കുടുങ്ങിക്കിടക്കണ്. അപ്പം മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ വന്നോളാം, ഞാൻ നിനക്കെന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കും, നീ ഇപ്പോൾ പോ. ഈ രൂപം നോക്കിയിരുന്നാൽ ആ രൂപത്തിൻ്റെ നാശം കാണാൻ സാധിക്കില്ല ഉദ്ധവൻ. അതുകൊണ്ട് ഉദ്ധവനെ